സഹോദരങ്ങളെ, നമ്മുടെ മനസ്സുകളെ ബാധിക്കുന്ന ഗുരുതരമായ മാരകമായ ചില രോഗങ്ങളുണ്ട്. പക, വിദ്വേഷം, വെറുപ്പ്, അസൂയ, കാപട്യം, മറ്റുള്ളവരോടുള്ള അടങ്ങാത്ത ശത്രുത, അതേപോലെ മറ്റുള്ളവരോടുള്ള കോപം, ഇങ്ങനെ തുടങ്ങിയ പല മാനസികമായ രോഗങ്ങളും. പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടാകണം, എൻ്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടണമെന്നൊക്കെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ഹദീസുണ്ട്. അത് നിങ്ങളെ കേൾപ്പിക്കാനാണ് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സൗമു ഷഹരി സുബർ, ക്ഷമയുടെ മാസമായ റമദാൻ മാസത്തിൽ ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ, വസലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹരിൻ, എല്ലാ അറബി മാസങ്ങളിലും 3 ദിവസവും അവൻ നോമ്പെടുക്കുകയാണെങ്കിൽ, അയ്യാമുൽ ബീദ് നമുക്കറിയാമല്ലോ, എല്ലാ അറബി മാസങ്ങളിലും 3 ദിവസത്തെ നോമ്പാണത്. ഇങ്ങനെ എല്ലാ അറബി മാസങ്ങളിലും 3 ദിവസവും ഷഹ്റുസ്സബർ, ക്ഷമയുടെ മാസമായ റമദാനിലും നോമ്പെടുക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നോ, യുദ്ഹിബിന വഹറസ്വദിരി, അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഇത്തരം രോഗങ്ങളെ അത് നീക്കിക്കളയുമെന്നാണ്. അപ്പൊ റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പെടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ എല്ലാ അറബി മാസങ്ങളിലും 3 ദിവസവും കൂടി നോമ്പ് നമ്മൾ തുടരുകയാണെങ്കിൽ ഈ മഹത്തായ നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.